മഴയിൽ ഏറെ ദുരിതം അനുഭവിച്ച പഴയ കടപ്പുറം സുനാമി കോളനി നിവാസികൾക്ക് ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം ചെയ്തു. തുടർച്ചയായ ദിവസങ്ങളിലുണ്ടായ മഴയിലും പേമാരിയിലും ദുരിതത്തിലായ പഴയ കടപ്പുറം സുനാമി കോളനി നിവാസികൾ വീടുകളിലേക്ക് തിരിച്ചെത്തി. കടുത്ത മഴയെ തുടർന്ന് 43 കുടുംബങ്ങളാണ് പഞ്ചാബി സ്കൂളിലെ പുനരധിവാസ കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. മഴയുടെ കാഠിന്യം കുറഞ്ഞതിന്റെ ഭാഗമായി വെള്ളക്കെട്ട് താഴുകയും ഷോക്കടിക്കുന്നത് ഉൾപ്പെടെയുള്ള വൈദ്യുതി തകരാറുകൾ പുനഃസ്ഥാപിക്കുകയും ചെയ്തതോടെയാണ് വീടുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ കഴിഞ്ഞത്. സർക്കാർ സംവിധാനവും കാഞ്ഞങ്ങാട് നഗരസഭ വാർഡ് കൗൺസിലർമാരുടെയും ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രം പൊതുപ്രവർത്തകർ എന്നിവരുടെയും കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് വളരെ പെട്ടെന്ന് വീടുകളിലേക്ക് മാറാൻ കഴിഞ്ഞതെന്ന് ഇവർ പറഞ്ഞു. വീടുകളിലെത്തിയവർക്ക് വാർഡ് കൗൺസിലർ ഫൗസിയ ഷെരീഫ് മുൻകൈയെടുത്ത് മുഴുവൻ കുടുംബത്തിനും ഭക്ഷ്യധാന്യ കിറ്റുകൾ നൽകി. നമ്മുടെ ഈ 44 കോളനികൾ സുനാമി കോളനിയിൽ വെള്ളം നിറഞ്ഞതിൻ്റെ പേരിൽ നമ്മളെ വാർഡ് കൗൺസിലർ ഇവരെല്ലാവരും കൂടി നമ്മുടെ സ്കൂളിൽ പഞ്ചാബ് ജെ സ്കൂളിലേക്ക് ഇവരെ കൂട്ടിക്കൊണ്ടുപോയി 3 ദിവസം അവിടെ ക്യാമ്പുണ്ടായിരുന്നു. അപ്പോൾ ക്യാമ്പിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ ഇവർ പെട്ടെന്ന് ഒരു ഭക്ഷണം ഉണ്ടാക്കാനോ കാര്യങ്ങളൊക്കെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന മനസ്സിലാക്കിയും കൊണ്ട് നമ്മുടെ വാർഡ് കൗൺസിലറിൻ്റെ വക ഒരു ചെറിയൊരു കിറ്റായിട്ട് കൊടുക്കുന്ന ഭക്ഷണ കിറ്റായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അവരിവിടെ എത്തുമ്പോൾ അവർക്ക് എന്തെങ്കിലും കാരണത്താൽ വീട്ടിലെന്തെങ്കിലും ഭക്ഷണത്തിന് വെക്കേണ്ടതില്ല എന്നുള്ള ഒരു മുൻകൂട്ടി കരുതൽ കണ്ടുകൊണ്ടാണ് ഇത് നമ്മുടെ വാർഡ് കൗൺസിലറിൻ്റെ വക കൊടുക്കുന്നത്. അരി, പഞ്ചസാര, കടല, ഉള്ളി തുടങ്ങിയ നിരവധി സാധനങ്ങൾ അടങ്ങിയ കിറ്റാണ് നൽകിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.